ഹായ് ഹലോ വെൽക്കം ടു വെറുതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മളൊരു ഒരു നല്ലൊരു ടോപ്പിക്കാണ്. നമുക്കെല്ലാം അറിയാവുന്നുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റം. കറക്റ്റ്. നമ്മളുടെ ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുകയാണ്. ഇനി ഫ്യൂച്ചർ ജനറേഷനിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഒരു പോക്ക് ഏത് രീതിയിലായിരിക്കും എന്നുകൂടി ഞങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ് അല്ലേ. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഒരു ഓർമ്മകളുടെ ഒരു ഭണ്ഡാരമാണ് ആക്ച്വലി. ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും അല്ലെ, പഠിത്തത്തിന്റെ ടെൻഷൻ ആയിരുന്നാലും, എന്താണ് ഓരോ പണിഷ്മെന്റിന്റെ കാര്യമായിരുന്നാലും, സ്കൂളിങ്ങിന്റെ നമ്മുടെ എക്സാമിനേഷന്റെ കാര്യം, അങ്ങനെ അങ്ങനെ ഒത്തിരി 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 മെമ്മറീസ് ഇങ്ങനെ മിന്നി മാഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്കൂൾ കാലഘട്ടം എന്നുള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് എന്താണ് പരീക്ഷിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സ്കൂൾ കാലഘട്ടം. അപ്പോൾ ശരിക്കും അന്നേരം നമുക്ക് കിട്ടിയിരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാനൊക്കെ പഠിച്ചത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു കുഞ്ഞു സ്കൂളിലാണ്. CBSE ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അറിയാലോ, അതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കണ്ടറിഞ്ഞ് പഠിക്കാനും കേട്ടറിഞ്ഞ് കൂടുതൽ അറിവ് കിട്ടാനും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സ്കൂളിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് എനിക്കങ്ങനെ ഈ ഒരു സ്പൂൺ ഫീഡിങ് എന്നുള്ളൊരു സാധനമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത്. കാര്യം ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് ആ സാധനം അതുമാതിരി എടുത്ത് ഓരോ കുട്ടികളുടെ വയറിന്റെ വിശപ്പും അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ രീതിയോ ഒന്നും അറിയാതെ ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ സ്പൂണിൽ ഇങ്ങനെ കുത്തിക്കയറ്റി തരുന്ന ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. കാര്യം ഞങ്ങളത് വിഴുങ്ങിയേ പറ്റൂ. നമുക്ക് വേറൊരു ഓപ്ഷനോ വേറൊരു മാർഗങ്ങളോ ആരെടുത്തും ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ രീതി ഇങ്ങനെയല്ല, എനിക്കിങ്ങനെ കേട്ടാൽ മാത്രം മനസ്സിലാവില്ല, ഞാൻ കണ്ടറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സമയവും അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള സിസ്റ്റവുമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് വേമായിട്ട് ആയിരുന്നോ കൺസിഡർ ചെയ്തിരുന്നത്? എങ്ങനെയാണ്? എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. എനിക്കാണെങ്കിൽ കാണാതെ മഗപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് പറ്റത്തില്ല. ഈവൻ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിനെനിക്ക് 0 ആണ്. കാരണം ഈ ഡെഫിനിഷൻസ് പഠിച്ച് എഴുതുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് എന്റെ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. നമ്മളിപ്പോ മഗപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് ഏരിയയിൽ എത്തൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. അന്നേരം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചു തന്നതും അങ്ങനെയാണ്. കാര്യം ഫുള്ളി നമ്മൾ അങ്ങ് വിഴുങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് എന്താണ് എക്സാം എന്നുള്ളൊരു ആ ഒരു കടമ്പ പാസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ബോർഡർ ലൈൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അത് ഈവൻ ഇഫ് ഇങ്ങനെയുള്ള ആളുകളായിരുന്നാലും അവർ ആ ഒരു ചെയിൻ അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്ക് ഓടിയോ നിരങ്ങിയോ ചാടിയോ അവിടെ എത്തിയിരിക്കണം. എന്നാൽ മാത്രമേ അവൻ ആ ഒരു കടമ്പ കടക്കാൻ പറ്റിയിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. കെൻസുന്റെ എങ്ങനെയായിരുന്നു? എൻ്റെ സമയത്ത് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്ന് പറയുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എന്തിരൻ സിനിമയിൽ എന്തിരൻ മാറ്റിമറിക്കുന്നത് പോലെ ഫുള്ളായിട്ട് കാണാപ്പാഠം പഠിച്ചേക്കണം. ടീച്ചർ ഏത് രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുള്ള ആ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടതും ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇത് നിങ്ങൾക്ക് ആര് പറഞ്ഞു തന്നു, ഇതിങ്ങനെ അല്ലല്ലോ, ഞാനിങ്ങനെയല്ല പഠിപ്പിച്ചത് എന്ന് അവരുടെ രീതിയിൽ അവർ പല വഴക്കും നമ്മളെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം മാത്സിലാണെങ്കിൽ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൻസർ എങ്ങനെയുള്ളതല്ല, അവർ എന്തൊക്കെ സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ ആ സെയിം സ്റ്റെപ്പ് ആൻസർ ഷീറ്റിൽ കണ്ടിരിക്കണം. ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്, ഇതിങ്ങനെയൊന്നല്ല അവർ പറയുന്നത്. ഇപ്പം ട്യൂഷൻ ക്ലാസ്സിലായിരിക്കും നമ്മൾ ആ സമയത്ത് പഠിച്ചത്. അവർ അത് വേണ്ട, ട്യൂഷനൊന്നും വേണ്ട, അത് തെറ്റാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ടീച്ചേഴ്സ് എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ ആയിരിക്കണം ആൻസർ ഷീറ്റിലും വരേണ്ടത്. അതാണ് ആൻസർ. കാരണം നമുക്കിപ്പം 2 സ്ഥലത്തും പഠിപ്പിക്കുന്നത് ഏതാണോ എളുപ്പം അതായിരിക്കും നമ്മൾ
നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പം ഏതാണോ അത് നമ്മൾ പഠിച്ചു വെക്കും. പക്ഷേ ടീച്ചേഴ്സിനൊരു ഇതുണ്ട്, ടീച്ചേഴ്സ് ഏത് രീതിയിലാണോ പഠിപ്പിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് അത് ആൻസർ ഷീറ്റിൽ കണ്ടിരിക്കണം. അതാണ് കെൻസു പറയുന്നത്. ശരിക്കും സത്യമാണ്. എനിക്കും എല്ലാവർക്കും ഉണ്ട്, നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവം തന്നെയാണ്. ആ ആൻസർ ഷീറ്റിൽ ഈവൻ ഇഫ് ഈ ആൻസർ കറക്റ്റ് സെയിം ആണെങ്കിൽ കൂടിയും ആ സ്റ്റെപ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ മാറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് രീതിയിൽ നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്യാനോ ഉള്ള ഒരു എന്താ പറയുക, ഫ്രീഡം, ആ ഒരു ഫ്രീഡം നമുക്കില്ല. ഫ്രീഡത്തിന്റെ കുറവും സ്ട്രിക്ട്നെസ്സിന്റെ കൂടുതലും നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വേണം പറയാൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന് ഒരുപാട് ചേഞ്ചസ് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും വന്നിട്ടുണ്ട്. ശരിക്കും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് എക്സ്പീരിയൻസ് കൊണ്ട് പഠനം നടക്കണം എന്ന് ചിന്തിച്ച ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതിന് കൂടുതൽ ഹർഷയ്ക്ക് പറയാൻ പറ്റും തോന്നുന്നു. ഹർഷ അത് വളരെയധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അത് ആക്ച്വലി ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ സോ ഒബ്വിയസ്ലി നമുക്ക് ഈ വരുന്ന സിലബസിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ തന്നെ ആയിരിക്കും. എനിക്കൊന്ന് CBSE ICSE എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇന്ന് വരെയും വെളിയിൽ വന്നിട്ടില്ല. അവർ ആ ഒരു ബുക്ക് ഒരാൾ അത് ഇത്രയും സിലബസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. CBSE ICSE അങ്ങനെ തന്നെയാണ്. ബട്ട് എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്, ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചുകൊണ്ട് തന്നെ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ 7th വരെയും ഞങ്ങൾക്കും ഏകദേശം ഇതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. ടീച്ചറാണെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നു, ആ സ്റ്റെപ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. വലിയ എക്സ്പോഷർ ഒന്നുമില്ല, തരുന്നത് അതുപോലെ പഠിക്കുക, കാണാൻ പഠിക്കുക. ആക്ച്വലി മെമ്മറി ടെസ്റ്റ് നമ്മൾ കാണാതെ പഠിച്ച് അതുപോലെ തിരിച്ച് അവർക്ക് എഴുതി കൊടുക്കുക. നമ്മൾ നല്ല മെമ്മറി പവർ ഉള്ള ആളാണെന്ന് പ്രൂവ് ചെയ്യുക. അല്ലാതെ നമ്മൾ പഠിച്ചോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയോ അത് നമ്മളിനി വേറെ അടുത്ത ഫർദർ നമ്മളെ എഡ്യൂക്കേഷൻ സമയത്ത് നമ്മളത് യൂസ് ചെയ്യോ അതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം 5ാം ക്ലാസ്സിൽ ഇത്രയും പഠിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ, അത് പഠിച്ചാൽ മതി. അതൊരു മാൻഡേറ്ററി സിസ്റ്റം ആയിരുന്നു. അത് പക്ഷെ നീ അടുത്ത 6th ചെല്ലുമ്പോൾ ഇതിനെ കണ്ടിന്യൂഷൻ ആണ്, അതുകൊണ്ട് നീ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം എനിക്കൊരു 7ാം ക്ലാസ് വരെയും ഇല്ലായിരുന്നു. എനിക്ക് ആ സമയത്ത് വന്ന ഞങ്ങൾക്കൊരു കിട്ടിയ ഒരു ലക്ക് എന്ന് പറയുന്നത് 8th മുതൽ DPP സിസ്റ്റമായി. ആ ഒരു DPP സിസ്റ്റത്തിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അത് എക്സ്പോസ്ചർ കൂടി, അതായത് എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കുക, ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു തരും, അതിൽ തന്നെ ടിപ്സ് കാണും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കലായിട്ടും തിങ്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഹർഷ് പറഞ്ഞതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെമ്മറി ടെസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ മാത്രമാണ് നമ്മുടെ എത്ര ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര നമുക്ക് ഓർമ്മിച്ച് എഴുതാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ നമുക്കൊരു സാധനം ഉണ്ട്, മെമ്മറി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ക്ലാസ്സിന്റെ പുറത്ത് കുറെ സാധനങ്ങൾ കാണിച്ചു തരും, നമ്മൾ പോയി അത് അതുപോലെ എക്സാമിൽ എഴുതി വെക്കണം. നമുക്ക് എത്രത്തോളം അത് ഓർമ്മിച്ച് വെക്കാനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് നമ്മളെ അവർ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടിട്ടുള്ളത്. ഇതില് കഴിഞ്ഞ ദിവസം ഹർഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, സംസാരിച്ചു വന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളിപ്പം ഈ മഗപ്പ് ചെയ്യുന്നതിന്റെ ദ പെർക്സ് ഓഫ് മഗിങ് അപ്പ് എന്ന് പറയാം, അങ്ങനെ ഒരു ഇത് വരത്തില്ലേ. അപ്പോ പുള്ളിക്കാരത്തി പറഞ്ഞതാണ്, നമ്മളിപ്പം ഒരു കാര്യം മഗപ്പ് ചെയ്തിട്ട് നമുക്കറിയാം ആ ടെക്സ്റ്റ് ബുക്കിൽ അത് ഏത് പേജിലാണ്, ഏത് കോർണറിലാണ്, ഏത് സൈഡിലാണ് കിടക്കുന്നത് നമുക്കറിയാം. തെളിഞ്ഞു വരില്ല, ബ്ലഡാ. അതാണ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുക, അതിന്റെ അകത്ത് എന്തൊന്നുണ്ടെന്ന് നമുക്കറിയില്ല. എക്സാക്ട്ലി എനിക്കത് എന്റെ SLC പരീക്ഷയ്ക്കാണ് അത് കൂടുതൽ ഓർമ്മ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇന്ന ദിവസമാണ് അത് പഠിച്ചത്, ഇന്ന പേജ് ആയിരുന്നു, ഞാൻ ഏത് പൊസിഷനിൽ ഇരുന്നു പഠിച്ചവരെ ഓർമ്മയുണ്ട്. പക്ഷേ അത് ഞാൻ അതെന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, ഒരു വേർഡ് വിട്ടുപോയാൽ അടുത്ത് മുന്നോട്ട് പോകില്ല. അതങ്ങനെയാണ്. നമ്മൾ പിന്നെ അത് ഒരു വലിയ ആഗോള പ്രശ്നമായി മാറും. നമുക്കത് അത്ര സ്ട്രെസ്, അവിടെ നിന്ന് സ്ട്രെസ് അടിച്ച് ആങ്സൈറ്റിയോ എക്സാം ആണ് തീർന്നു, സമയമില്ല. ഈ ക്വസ്റ്റ്യൻ ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് ബാക്കി ക്വസ്റ്റ്യന്റെ സമയം പോയി. നമ്മൾ LKG ചെയ്യുന്ന മെമ്മറി ടെസ്റ്റ് പോലെയാണ്. ജസ്റ്റ് കണ്ടുവെക്കുന്നു, കളറും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുന്നു, നേരെ പോയി അതെന്താന്ന് വെച്ചാൽ അപ്പൊ എഴുതുവാണ്. അപ്പൊ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല, ഒരു വകയും ഓർമ്മയില്ല. അത് അപ്പുറത്തോ ഇപ്പുറത്തോ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്രൂട്ടോ നമ്മൾ അടുത്ത എന്ത് കണ്ടെന്ന ഫോട്ടോയോ നമുക്ക് ഓർമ്മ കാണത്തില്ല. എനിക്ക് ഇത് പറഞ്ഞപ്പോ ഓർമ്മ എന്ന് വെച്ചാൽ ഈ എക്സാം കഴിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്നു, ഈ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ എഴുതിയോ, ഈ ക്വസ്റ്റ്യൻ എന്ത് എഴുതി, ആ ക്വസ്റ്റ്യൻ എന്ത്, ട്രൂ ഫോൾസ് ഒക്കെ ചോദിക്കും. എന്റെ അമ്മ എനിക്ക് ട്രൂ ഫോൾസിന്റെ അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ഞാൻ എഴുതിയതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത്. ആക്ച്വലി ആ ഒരു സിസ്റ്റം, നമ്മുടെ കാലത്തുള്ള ഒരു സിസ്റ്റം, മെമ്മറി ടെസ്റ്റിന് പകരം നമുക്കൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു 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 കാര്യമായിട്ട് ഒരു എഡ്യൂക്കേഷനെ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച കാലഘട്ടമായിരുന്നു. ഇൻഫർമേഷൻ അല്ലേ നമുക്ക് ശരിക്കും കിട്ടേണ്ടത്. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം നമ്മൾ പഠിക്കുക, അതൊരു രസകരമായ രീതിയിൽ നമുക്ക് തരുന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രയോ നമ്മുടെ ബെറ്റർ വേർഷൻ ആയി പോയനായിരുന്നു. ഈ ഒരു നമ്മുടെ ആ ഒരു സ്കൂളിംഗ് കാലഘട്ടത്തിൽ തന്നെ നമ്മളെ പോളിഷ് ചെയ്ത് നമുക്ക് ഈ കഥകളൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോകില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഗ്യാദർ ചെയ്ത് നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ആയി മാറിയാനായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയണം, ഗ്രാജുവലി ചേഞ്ചസ് എല്ലാ ഫീൽഡിലും നടക്കും. അത് പറയുമ്പോഴത്തേക്കും പറയാനുള്ള കാര്യം, ഓരോ ഫീൽഡിലും ചേഞ്ചസും ഇവല്യൂഷനും ഓരോ ജനറേഷൻ കഴിയുന്തോറും അപ്ഗ്രേഡഡ് ആകുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് സിലബസ് ആയിരുന്നപ്പോഴത്തേക്കും ആദ്യം സ്പൂൺ ഫീഡിംഗ് ആയിരുന്നു, പിന്നെ DPP വന്നു, പിന്നെ വന്നൊരു വലിയ ചേഞ്ച് ആയിരുന്നു സ്മാർട്ട് ക്ലാസ് എന്ന് പറയുന്നത്. അതൊരു വിപ്ലവമായിരുന്നു. അതൊരു വലിയ ചേഞ്ചസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ കണ്ട്, അതായത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറി സ്റ്റുഡൻസ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. ഈ ബുക്ക് ചുമ്മാ വായിച്ച് പഠിക്കുന്നതിനെക്കാൾ നമ്മളത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും ഇന്ന് നമുക്ക് പല സീനുകളും ഡയലോഗും അവർ നിന്ന പൊസിഷൻ, അവരിട്ടുന്ന ഡ്രസ്സ് എല്ലാം ഓർമ്മയാണ്. കാരണം നമുക്കത് വിഷ്വലി നമ്മൾ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിന് കുറച്ചും കൂടെ എളുപ്പമാണ്. അത് നമുക്കത് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന്റെ നല്ലൊരു എളുപ്പമുള്ള ഒരു രീതിയായിരുന്നു. സോ ആ ഒരു സ്മാർട്ട് ക്ലാസ് വന്നപ്പോഴത്തേക്കും അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു, ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്മാർട്ട് ക്ലാസ്, അതായത് ഒരു ദിവസം ഒരു അക്കാഡമിക് ഇയറിൽ ഇത്രയും സ്മാർട്ട് ക്ലാസ് ഒരു മാൻഡേറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കുറെ പോർഷൻസ് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റി. നമ്മുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കാലഘട്ടം ഏകദേശം തീരാറായ സമയങ്ങളിലാണ് ഈ ഒരു ബൂമിംഗ് അപ്പ് ഒക്കെ വരുന്നത്. അതായത് ടെക്നോളജിയുടെ ഒരു എന്താണ് കമ്മിങ്, അതെ, IT ഫീൽഡ്, അതാണ് ഈ സ്മാർട്ട് ക്ലാസ്സസിന്റെ ഒരു കാര്യം. അതാണ് ഇത് വരുന്നത്, നമ്മളെ കൂടുതൽ ഒരു വിഷനിലേക്ക് കൊണ്ടുപോകുന്നത്, ഒരു സ്റ്റോറി ബേസ് ലൈനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു രീതിയുടെ തുടക്കമായിരുന്നു ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടം തീരുന്ന സമയത്ത്. വിദ്യാഭ്യാസ സ്കൂൾ കാലഘട്ടം എൻഡിങ് സമയത്തായിരുന്നു ഇതൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയൊക്കെ പ്രാക്ടിക്കൽ ആക്കണം, എങ്ങനെയൊക്കെ ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന ടീച്ചേഴ്സും സ്കൂൾ മൊത്തം മാനേജ്മെന്റ് തന്നെ കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്താണ് നമ്മൾക്കൊക്കെ ഇത് അനുഭവം. അപ്പൊ നമുക്ക് ശരിക്കും അതിന്റെ ഫുൾ ഒരു എസെൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. നമ്മുടെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു ജനറേഷൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല, അടുത്തൊരു നമ്മുടെ ജൂനിയേഴ്സിനാണ് ഇത് ശരിക്കും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിന്റെ ഗുണം അവർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെയൊക്കെ ഇപ്പൊ 10th ആണെങ്കിൽ, അല്ലെങ്കിൽ +1 +2 ആകുമ്പോൾ ആ ഒരു സമയത്താണ് ഇതൊക്കെ വരുന്നത്. ഈ 2 വർഷം ടീച്ചേഴ്സ് ഇത് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കേണ്ടത് എന്ന് ചിന്തിച്ച സമയത്ത് തന്നെയാണ് നമ്മൾ പാസ് ഔട്ട് ആകുന്നത്. ആ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇതാക്കുന്നത്. ആ സമയത്ത് ടീച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ആ സമയത്ത് ടീച്ചേഴ്സിന് ഈ IT കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യണം, കുട്ടികൾക്ക് എങ്ങനെ ആ ക്ലാസ് സ്മാർട്ട് ക്ലാസ് എടുക്കണമെന്ന് പോലും അവർ ആ സമയത്താണ് പഠിക്കാൻ തുടങ്ങുന്നത്. ടെക്നോളജി വന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർ നേരിട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ആക്ച്വലി ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണത്. അതായത് നമുക്കിത് കണ്ടുപഠിക്കാന്നുള്ള ആ ഒരു ആകാംക്ഷ മാത്രമേ ഉള്ളൂ. നമുക്കിതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അതും അവരത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ അവരും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു, നമ്മളും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു. ബട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് മൊത്തവും ആക്ച്വലി നമ്മുടെ ജൂനിയർ സെക്ഷൻ മുതലാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങിയത്. ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തേയില്ല. കാര്യം അന്നത്തെ ഒരു ടീച്ചേഴ്സിന് നൽകിയിരുന്ന ട്രെയിനിങ്ങും അത്തരത്തിലായിരുന്നു. കുട്ടികളെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുക എന്നുള്ള തരത്തിലായിരുന്നു അന്നത്തെ ഒരു രീതി. കാര്യം അവർക്ക് എഡ്യൂക്കേഷൻ പറയുന്നുണ്ടല്ലോ, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ അത് അബ്സോർബ് ചെയ്യുക, അത് എക്സാമിന് എഴുതുക. അതിനപ്പുറം ഇതിന് ഈ ഒരു 4 ചുമരുകൾക്ക് പുറത്തും ഒരു ലോകമുണ്ടെന്നും അത് നിങ്ങൾ നേരിടേണ്ടതാണെന്നും അതിനെങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാമെന്നും അതിനൊരു ഇമ്പോർട്ടൻസ് അന്നത്തെ ഒരു എഡ്യൂക്കേഷന് കുറവായിരുന്നു.
അപ്പൊ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. താഴെ സമയം പറയുന്ന മൂവിയിൽ ആ ഒരു കുട്ടി കുട്ടിക്ക് വരുന്ന വരുന്ന ആ പ്രശ്നങ്ങൾ. ഒരു പ്രശ്നങ്ങളെല്ലാം അവർ പറഞ്ഞത്. അതായത് എല്ലാ പിള്ളേർക്കും ഒരേപോലെ ഒരേ കാര്യം അബ്സോർബ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് തരുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും അതുപോലെ ഡിഫറെന്റ് ആയിരിക്കും. അതെ അതെ അപ്പൊ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക്, അതായത് നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഒരു 90s കഴിഞ്ഞ് 2000 ആ ഒരു ഇയർ ഒക്കെ വന്ന സമയത്തുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ഒക്കെ വന്നു. ഒരു കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് ആ കുട്ടിയെ ഇരുത്തി തന്നെ സംസാരിക്കാനുള്ള ഒരു സ്റ്റേജും സ്പേസും ഓപ്പർച്യൂണിറ്റീസും വന്നു അത് തുടങ്ങി. പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമുക്കൊക്കെ പണ്ട് എക്സാം വരുമ്പോഴത്തേക്ക് ഒരു പേടി, ഒരു ടെൻഷൻ ആയിരുന്നു. ടെൻഷൻ എന്നുള്ളൊരു വാക്ക് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ആ ഒരു ടെൻഷൻ എന്ന ഉപരി വേറെ ഒരു വാക്ക് നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ടെൻഷൻ അല്ലെങ്കിൽ ഫിയർ, അതിനപ്പുറം നമുക്കൊരു വാക്ക് വന്നിട്ടില്ല. കാര്യം അതിൽ നമ്മൾ നിന്നിരിക്കണം. അതിനപ്പുറത്തോട്ട് പോകാനോ അതിനപ്പുറത്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അവര് ഈ മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അവയർനെസ് അവർക്കുണ്ട്. അത് ഈ പറയുന്ന പോലെ മെന്റൽ ഹെൽത്തിന്റെ ഒരു ആവശ്യകതയും അതിൻ്റെയൊക്കെ ഒരു എന്താണ് ഒരു ബൂമിങ് അപ്പാണ്. അത് ശരിക്കും അവരെ ഒത്തിരി അവയർനെസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്തൊക്കെയാണ് ഈ എന്താണ് ഇപ്പൊ ആരെങ്കിലും ടെൻഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെ പറയുമെന്ന് ഇല്ല, എനിക്കറിയില്ല. അത് ഭയങ്കര ഒരു പോയിന്റ് ആണ്. കാരണം എനിക്ക് പൊതുവെ ഈ പഠിക്കുന്നത് മറന്നു. ഞാനാണെങ്കിൽ ഫുൾ ടൈം ബുക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ വളരെ ആവറേജ് ലെവലിൽ ജസ്റ്റ് പാസ്സൊക്കെ അടിച്ച് വാടിച്ചാണ് ഞാൻ എല്ലാ എക്സാമും പാസ് ആവാറുള്ളത്. പക്ഷെ എനിക്കുണ്ടായിരുന്ന ടെൻഷൻ, എനിക്ക് ഈ എക്സാമിനോടുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. അത് എന്റെയൊക്കെ ഒരു അവസ്ഥ വെച്ചിട്ട് 10 മണിക്ക് എക്സാം ആണെങ്കിൽ ഒരു 9:30 ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഞാൻ ആ പഠിച്ചു വെച്ചതിന്റെ പകുതിയും പോകും. അപ്പൊ എനിക്ക് അന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോ നേരെ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് എന്റെ അടുത്ത് പണ്ടുള്ളത്. പക്ഷെ അന്ന് ഒരു പക്ഷെ ഒരു കൗൺസിലിംഗ് പോലത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹവ് ഡൺ ബെറ്റർ. അത് കാര്യം എന്തെന്നറിയാമോ, നമ്മൾക്ക് ഇതൊക്കെ നോർമലൈസ് ചെയ്തിരുന്നു. എക്സാം ആകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, എക്സാം ആകുമ്പോൾ പഠിക്കണം, കൃത്യമായിട്ട് ഫുള്ള് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഇതിന് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുമെന്നും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് കോപ്പപ്പ് ചെയ്യാമെന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല അക്കാലത്ത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എല്ലാവരും കൗൺസിലിംഗ് ക്ലാസ്സസും തെറാപ്പി സെഷൻസും അല്ലെങ്കിൽ ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ള ആളുകൾ ഓരോ സെഷൻസ് എടുത്തു കൊടുക്കുന്നുണ്ട് എക്സാം ഫിയർ മാറ്റാനൊക്കെ അല്ലെ. ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലെ ടീച്ചേഴ്സിന് ഒരു കുട്ടിക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഇപ്പം അവരുടെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ സമയത്തൊന്നും അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കാരണം കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം എൻ്റെ സമയത്ത് എൻ്റെ ക്ലാസ്സിൽ 65 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിൽ. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സ്കൂൾ എന്ന് പറയുന്നത് കുറച്ച് വെൽ നോൺ സ്കൂൾ ആയതുകൊണ്ടും കോൺവെന്റ് സ്കൂളൊക്കെ ആയതുകൊണ്ട് ഗേൾസ് സ്കൂളാണ് പ്രത്യേകിച്ച്, അതുകൊണ്ട് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഒരു 65 സ്റ്റുഡൻസ്, ടീച്ചർമാരെ നമുക്ക് കുറ്റം പറയാനില്ല. 65 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 65 പിള്ളേർ ഇൻഡിവിജ്വലി മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ഒരു വർഷം കഴിയും, അടുത്ത വർഷത്തെ പിള്ളേർ വരും. പക്ഷെ ഇപ്പോഴത്തെ കഴിഞ്ഞാല് ഇത്രയും പിള്ളേരെ ഒരു ക്ലാസ്സിൽ വരാവുള്ളൂ, കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ആ ഒരു മാനസിക അവസ്ഥയ്ക്കും അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനും പഠനത്തിലുപരി ഇതും വേണമെന്ന് സ്കൂളുകൾ പാർട്ട് ഓഫ് ലൈഫ്, അല്ലാതെ അതൊരു വലിയ പേടിക്കേണ്ട സാധനം അല്ല എന്നുള്ളതും ആ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ ആയിട്ട്, അതായത് നിന്നെ കൊണ്ട് ഇത്രയും പറ്റും, സോ ആ ഒരു സൈഡ് ഫോക്കസ് ചെയ്യേ എന്ന് പറയാൻ പറ്റും. നേരത്തെ ദർശ് പറഞ്ഞതുപോലെ നമുക്ക് മാർക്ക് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നീ പഠിക്കാത്തതുകൊണ്ടാണ്. അതെങ്ങനെ ഫുൾ ടൈം ടി വി, ആ സമയത്ത് TV ആയിരുന്നു, ഫോണില്ല. സോ ഫുൾ ടൈം TV കണ്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന എങ്ങനെ ഓർക്കാൻ പറ്റും? പരീക്ഷയ്ക്ക് ഓർക്കാൻ പറ്റും? നിനക്ക് ആ പാട്ട് ഓർമ്മയുണ്ട്, എന്നിട്ട് നിനക്ക് പഠിച്ചത് ഓർമ്മയില്ല അല്ലേ? അപ്പൊ നിന്റെ പ്രശ്നമല്ലേ? ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ ഈ പണ്ട് ചുമ്മാ ഇരിക്കും പാട്ടൊക്കെ പാടുമല്ലോ, പറയും സിനിമയിൽ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ അവർക്ക് ഓർമ്മയ്ക്കും. പക്ഷെ സോഷ്യലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതൊരു 10 ദിവസം എടുത്ത് പഠിച്ചാൽ പോലെ അവർക്ക് 15ാമത്തെ ദിവസം അല്ല, അതിലുള്ളൊരു പോയിന്റ് എന്താണെന്ന് അറിയോ, നമ്മൾ ഈ ഒരു പാട്ട് കാണുക എന്ന് പറയുന്നത് അത് വിഷ്വലൈസിങ് ആണ്. നമുക്ക് ഈവൻ അതിന്റെ വേർഡ്സ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണുന്ന ആ ഒരു വിഷ്വൽ എന്താണെന്ന് നമ്മളെ മനസ്സിലത് നിൽക്കും. അത്രയും അത് ഇംപ്രിന്റ് ചെയ്യുന്ന പോലെ നമ്മളെ മനസ്സിലത് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പറയും, അപ്പൊ പഠിക്കുന്നത് എനിക്കിങ്ങനെ പഠിക്കാൻ പറ്റില്ല, എനിക്കിങ്ങനെ വായിച്ച് പഠിക്കാൻ പറ്റില്ല, എനിക്കിങ്ങനെ പഠിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ അന്ന് എനിക്കിപ്പോ ഒരു മൂവി കാണിച്ചു തരുന്ന പോലെ അന്ന് എനിക്കൊരാള് പഠിപ്പിച്ച് തന്നിരുന്നുവെങ്കിൽ എനിക്കത് ഒത്തിരി ബെറ്റർ ആയിട്ട് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടാത്തതും അതാണ്. നമ്മളിപ്പോ നീ പറഞ്ഞില്ലേ ആ ഒരു അങ്ങനെ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ലേ,
നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിലെന്ന് ചിന്തിക്കാനുള്ള റൈറ്റ് നമുക്കില്ലായിരുന്നു. അതൊക്കെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത്. എല്ലാവരും അതുപോലെയല്ലേ പഠിക്കുന്നത്, അപ്പം ഇയാളും അതുപോലെ പഠിക്കണം. പഠിക്കുന്നത് എല്ലാവരും ഒരുപോലെ അല്ലേ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇയാൾ തെറ്റാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ഇയാൾ കറക്റ്റായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് ഇയാൾക്ക് എഴുതാൻ പറ്റാത്തത്. അപ്പോഴും ചോദ്യവും പോയിന്റിങ്ങും നമ്മളെ തന്നെയാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ചോദ്യം ചെയ്യും, ശരിക്കും ഞാനാണോ കഴിവുകെട്ട ആള്, എനിക്കാണോ പ്രശ്നമുള്ളത് എന്ന് നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്കുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു പോസിറ്റീവാണെന്ന് ഞാൻ പറയൂ. അവരെ ഒരിക്കലും ടീച്ചേഴ്സോ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അവരെ ഒരിക്കലും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, നീയാണ് തെറ്റ് എന്നുള്ള നിലയിലല്ല. നിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിന്റെ ആ ഒരു മാനസിക നിലയാണ് അതിന് പ്രശ്നം. അല്ലെങ്കിൽ കുട്ടിക്ക് ഈ തരത്തിലേ പഠിക്കാൻ കഴിയുള്ളൂ, അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. അല്ലാതെ കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് അവരെ കൂടുതലും അഷ്വർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള സിസ്റ്റമായി കഴിഞ്ഞു ഇപ്പോ. അതെ, ഇപ്പൊ കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പം ഞാനത് വളരെ നോർമലൈസ് ചെയ്ത് പറയല്ല, എന്നാലും ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അതെ, നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റമാണ്. ഇപ്പം ഒരു ടീച്ചർ ആണെങ്കിൽ തന്നെയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാറുണ്ട് കുട്ടിക്ക് എന്തൊരു ഡിസബിലിറ്റി ഉണ്ട്. ഡിസബിലിറ്റിയുടെ കാര്യം മാത്രമല്ല, ഈ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ സത്യം. കൂടുതൽ അറ്റൻഷൻ വേണം ആ കുട്ടി. കൂടുതൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവള് നന്നായിട്ട് വരുത്തണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ ടീച്ചേഴ്സിനുണ്ട്. അത് നമ്മൾ ഈയിടെ ഒരു കൗൺസിലിംഗ് സെഷന് പോയപ്പോൾ നമ്മൾ അത് അനുഭവിച്ച കാര്യമാണ്. ടീച്ചേഴ്സിനും അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള കൗൺസിലേഴ്സിനും ഒക്കെ എന്തൊരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നിന്നും പൊക്കി എടുത്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ അവരെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അത് 1% പോലും നമുക്ക് അതൊരു കിട്ടിയിട്ട് പോലും ഇല്ല. അതെ ആ ടീച്ചേഴ്സ്, എനിക്കിപ്പം അത് പറഞ്ഞോണ്ട് എനിക്ക് റെഫറൻസ് പറയാം. ആ ടീച്ചേഴ്സ് ഒക്കെ ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാതെ ഇത് കുട്ടികളാണ്, കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കും, കുട്ടികളുടെ ലൈഫിൽ പല ഇഷ്യൂസും ഉണ്ടാവും, അത് മാറ്റി കൊടുക്കുക എന്ന് പറയുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ദേ ആർ കോൺടാക്ടിങ് us. അപ്പം അതുകൊണ്ടാണ് അവര് വേറൊരു ഹെൽപ്പ് നോക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട് കഴിഞ്ഞാൽ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻസും സ്കൂളിലാണ് കൂടുതൽ ടൈം. എക്സാക്ട്ലി. അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ എളുപ്പം പറ്റുന്നതും ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിനായിരിക്കും. കാരണം പാരന്റ്സ് എന്ന് പറയുന്നത് വൈകുന്നേരം വന്നിരിക്കുന്ന പഠിക്കുന്ന കുട്ടികളെ കാണുന്നുള്ളൂ. ആ കുട്ടി എങ്ങനെ അത് പഠിച്ചിട്ട് വന്നോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവൻ ആ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കുറെ ടൈം എടുക്കും. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു സ്റ്റഡി ടൈം മൊത്തം ഈ കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്ന പാരന്റ്സിനാണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയും. അപ്പൊ ആ ഒരു സംഭവം സ്കൂളുകാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പം പണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്, നമ്മളിപ്പം മറ്റേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ ഒരു നല്ലതായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ ഒരു നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് ലോ ആണെങ്കിൽ ആദ്യം പറയുന്നത് തന്റെ ഈ പെർഫോമൻസ് ഒന്നും തന്റെ പേപ്പറിൽ ഞാൻ കണ്ടില്ലല്ലോ, ഇത് എവിടെയായിരുന്നു തന്റെ ഈ പെർഫോമൻസ് എല്ലാം. സീരിയസ് ആയിട്ട് ആ ഒരു ഇയാളുടെ ഈ ചാട്ടവും ബഹളമൊന്നും ഞാൻ കേട്ടില്ല, ഇയാളെ ഈ ചാട്ടവും ബഹളമൊന്നും ഇയാളുടെ പേപ്പറിലൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇതിന് മാത്രം ഉണ്ട് ഈ ഒരു ബഹളം, ഇതൊക്കെ ക്ലാസ്സിലും കാണിക്കണം എന്നുള്ളൊരു നിലയിൽ അത് ശരിക്കും ആ കൊച്ചിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ എന്തുമാത്രം എന്നെ ഒത്തിരി എഫക്ട് ചെയ്തു. എനിക്ക് എന്റെ ട്രോമ എന്ന വാക്ക് നമ്മളിപ്പോഴാണ് പഠിക്കുന്നത്, പക്ഷെ ആ ഒരു ശരിക്കും അതൊരു ലിറ്ററലി ഒരു ട്രോമയാണ്. നമുക്കത് ഇന്നും നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങുമ്പോൾ നമുക്കത് ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസിന്റെ കുറവ് ഫീൽ ചെയ്യുന്നത് അന്ന് നമ്മൾ കേട്ട ഈ ഓരോ വാക്കുകൾ. അന്ന് പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് നമ്മളടുത്ത് പറയാം, അവള് അതിന് നല്ലതാണ്, ആ കുട്ടി അതിന് ബെസ്റ്റ് ആണ്, സോ ആ കുട്ടി അങ്ങനെ ചെയ്യട്ടെ, പഠിത്തം മാത്രം അല്ലല്ലോ എല്ലാം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യര് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വലിയ വിഷമത്തോടെ പറയുകയാണ്. അതെ സത്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം പേരന്റ്സ് വർക്ക്ഷോപ്പ്, ടീച്ചേഴ്സ് വർക്ക്ഷോപ്പ്, ഇങ്ങനത്തെ ഒരുപാട് വർക്ക്ഷോപ്സ് സ്കൂൾസ് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈവൻ മെന്റൽ ഹെൽത്ത് ഓഫ് എ കിഡ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്. കാരണം ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കുട്ടികളും അറ്റാക്ഡ് ആവുന്നില്ല ഇപ്പോ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്റെ ഒരു ഫീലിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കാരണം ഞാൻ ഈ രാധു പറഞ്ഞ സെയിം കാര്യം എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് കിട്ടിയിട്ടുണ്ട്, നല്ലതാണ്. ഞാൻ ഇതേ ഒരു സിറ്റുവേഷനിൽ കൂടി ഞാൻ വർഷങ്ങളോളം കടന്നുപോയ ഒരു വ്യക്തിയാണ്, വർഷങ്ങളോളം. ഇതെല്ലാം ഈ തരുന്ന ഓരോ അനുഭവങ്ങളും
ഇവർ ഈ പറയുന്ന ആ ഒരു വാക്കിൽ അവരുടെ ഒരു കാര്യം തീരുമായിരിക്കും. പക്ഷെ നമ്മുടെ ആ കുഞ്ഞു മനസ്സിൽ ഇത് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര വലുതാണ്. ആ ഒരു ഹോണ്ടഡ് മെമ്മറിയാണ്. ഇത് ഈ കുട്ടിയെ ഏതൊക്കെ സാഹചര്യങ്ങൾ, ലൈഫിലുള്ള ഏതൊക്കെ സാഹചര്യങ്ങളിൽ എഫക്ട് ചെയ്യുന്നു ഈ വ്യക്തികൾ ആരും വിചാരിക്കുന്ന പോലുമില്ല. അതപേക്ഷിച്ച് ഇപ്പൊ ഒത്തിരി കെയറും വളരെ കെയർഫുള്ളും ആയിട്ടാണ് ഈവൻ പാരന്റ്സ് കൂടി അതെ. കുട്ടികളെ ഡീൽ ചെയ്യുന്നതും അവരുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നതായിരുന്നാലും സ്കൂളുകാരും അതിനപ്പുറം അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പഠിത്തത്തിനപ്പുറം അവരുടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ, എക്സ്ട്രാ കരിക്കുലർ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് ഇത്രയും കെയർ അവർക്ക് എടുക്കുന്നുണ്ട് ടീച്ചേഴ്സ്. ഒപ്പം അക്കാഡമിക്സിന്റെ കൂടെ അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതിനെയൊക്കെ ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അത്രയും ഇഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതെ, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് പണ്ടും ഉണ്ടായിരുന്നു VHSE എന്ന് പറയുന്ന ഒരു, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, VHSE എന്ന് പറയുന്ന ഒരു അതെ, ഒരു വിഭാഗം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ എത്ര എനിക്കൊന്നും അറിയത്തുകൂടി ഇല്ലായിരുന്നു അതുവരെ കാര്യം പഠിച്ചോണ്ടിരുന്നപ്പോ. പക്ഷെ അതുപോലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ സിറ്റിക്കകത്ത് തന്നെ ഒത്തിരി സ്കൂൾസ് ഉണ്ട് അതുപോലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുക മാത്രമല്ല, നമുക്കിപ്പം ചുറ്റുമുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അറിയണം. മാത്രമല്ല നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് ആസ് എ ഹോൾ ഒരു നല്ലൊരു പേഴ്സണിനെ മോൾഡ് ചെയ്തെടുക്കണം, നല്ലൊരു ഹ്യൂമൻ ബീങ്ങിനെ മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ. വളരെ വളരെ സത്യമാണ്, ഒരു റിലവന്റ് പോയിന്റ് ആണത്. അതായത് ഇപ്പോ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അടിസ്ഥാനത്തിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതി കൂടുതൽ നമ്മുടെ കാലത്തെ ഉണ്ടായിരുന്ന ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നെങ്കിലും അതിന് അത്രത്തോളം ഒരു എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നമ്മൾ പോലും അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ ശരിക്കും ഈ ഒരു വൊക്കേഷണൽ അല്ലെങ്കിൽ പഠനത്തോടൊപ്പം ജോലി എന്നുള്ളൊരു രീതി വളരെ വളരെ കൂടി വരുന്ന ചാൻസസ് വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിന് കൃത്യമായിട്ടും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടുതൽ മെച്ചപ്പെട്ട് തന്നെ വരും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് ഇങ്ങനെ തന്നെ പോണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പഠിത്തം കഴിഞ്ഞ്, അതായത് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏതൊരു സ്ട്രീമിലോട്ട് പോകണം, അതായത് ഏതൊരു പ്രൊഫഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ഈ സ്കിൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം കൊച്ചിലെ അത് ട്രെയിൻഡ് ആകുമ്പോഴത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ സാധനം പറ്റില്ല, മറ്റേ സാധനമാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്, അത് എനിക്കൊരു പാഷൻ അതിനോടുണ്ട് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ പിള്ളേർക്ക് തന്നെ, അതായത് സ്റ്റുഡന്റ് ലൈഫിൽ തന്നെ അവരത് റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ +1 കഴിഞ്ഞിട്ട് ഇനി ഇത്രയും സ്ട്രീംസേ ഉള്ളൂ. ആ വൊക്കേഷണൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് പണ്ട് അറിയത്തില്ല ആക്ച്വലി വൊക്കേഷണലിന്റെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും അതിനൊരു എന്താണ് എന്റെ മീനിങ്, എക്സ്പോസ്ഡ് അല്ലായിരുന്നു കൂടുതലും അന്നേരം. ആക്ച്വലി അത് നമുക്ക് അറിയാം, അറിയില്ല അതെ, അതിനെക്കുറിച്ച്. നമ്മുടെ പാരന്റ്സിനും കൂടുതൽ അതിൽ താല്പര്യം കുറവുള്ളത് കൊണ്ടായിരിക്കും. തന്നെ എന്താണെന്ന് അവർക്കും കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇന്നൊക്കെ ഞാനത് ചിന്തിക്കും, നമ്മളെയൊക്കെ അതിലൊക്കെ ആ ഒരു രീതിയിലോ ഒരു സ്റ്റഡീസിൽ വിട്ടിരുന്നെങ്കിൽ എത്രയോ ബെറ്റർ ആയി പോയനെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അന്നും ആ സാധനം ഉണ്ടായിരുന്നു, അന്നും അത്തരത്തിലുള്ളൊരു സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ബാഡ് ലക്കാണ് പറയേണ്ടത്. അത് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ സോഷ്യലി ഞാൻ പറഞ്ഞു നേരത്തെ കണ്ടീഷൻഡ് ആയിട്ടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പൊക്കോണ്ടിരുന്നത്. അതിൽ നിന്ന് മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് ഇപ്പം എല്ലാവരും പറയുന്നതാണ് ഫോറിൻ വേ ഓഫ് എഡ്യൂക്കേഷൻ. ആക്ച്വലി സ്കിൽ ഡെവലപ്മെന്റ് അവരുടെ തന്നെ ഒരു കൺസെപ്റ്റ് ആണ്. അതെ. അവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു 13-14 വയസ്സാകുമ്പോൾ കുട്ടി പാർട്ട് ടൈം ജോലി ചെയ്ത് അതിനോടൊപ്പം അവന് പഠിക്കാനുള്ള പൈസ കണ്ടെത്തുക എന്നുള്ള ഒരു സിസ്റ്റം. അതായത് ഫാമിലി ബോണ്ടഡ് ആവാം, അല്ലാതിരിക്കുക, അത് വേറൊരു ഒരു സൈഡ് ഓഫ് ഇതാണ്. പക്ഷേ അവർ ഈ കോളേജ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു എന്തിലോട്ട് തിരിയണം എന്ന് അവർ തന്നെ തീരുമാനിക്കണം എന്നുള്ള ഒരു വേ ഓഫ് കൾച്ചറാണ് ഈ ഫോറിനേഴ്സ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 13-14 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവർ സ്കിൽ ഡെവലപ്മെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ഈ അക്കാഡമിക് അല്ലെങ്കിൽ ഈ കരിക്കുലം അല്ലെങ്കിൽ ഈ തിയറി ബേസ്ഡിനെക്കാട്ടിലും സ്കിൽ ഡെവലപ്മെന്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. അതിപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കോളർ ജോബിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളായിരുന്നു. ഈ സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അത് സോഷ്യൽ കണ്ടീഷനിങ് ആൻഡ് സോഷ്യൽ നോംസ് ആണ് അതിനൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പാരന്റ്സിന് അതാണ്, അയ്യോ ആ ജോലിക്ക് പോയാൽ എങ്ങനെ, അതൊന്നും പറ്റൂല, വൈറ്റ് കോളർ ജോബായി നീ ഓപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനിങ് ആണ്.
പക്ഷേ സ്കിൽഡ് ലേബേഴ്സിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇന്നത്തെ ജനറേഷൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജനറേഷൻ പ്ലസ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത് എടുത്തു പറയേണ്ടതാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ പിള്ളേർക്ക് അത് ചിന്തിക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്നത്. കാരണം അവർക്ക് പറയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഈ സാധനം ഇഷ്ടമാണ്, ഇങ്ങനത്തെ ജോലി ചെയ്താൽ മതി ദാൻ ഓഫീസ് വർക്ക്. സ്കിൽഡ് ലേബേഴ്സിന് കുറച്ചും കൂടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി ലൈഫിലുണ്ട്, ഫ്യൂച്ചറിലുണ്ടെന്നുള്ളത്. ഇനി ഫ്യൂച്ചറിൽ ഇതിനൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു ഇൻകം, എനിക്കൊരു ഏർണിംഗ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കാലത്ത് നമുക്ക് അത്രയും വിശ്വാസം പോരാ. കാര്യം ആ ഒരു തരത്തിൽ ആളുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി കിട്ടിയാൽ മാത്രമേ സക്സസ്ഫുൾ എന്നുള്ള രീതിയിലേക്ക് പോകാൻ തന്നെ പറ്റൂ, അവർ ആ ഒരു രീതി ഓഫ് സക്സസ്ഫുള്ളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരുടെ ഏതൊരു പാഷനിൽ കൂടെയും അവരുടെ ഏതൊരു സ്കില്ലിൽ കൂടെയും അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിന് ഓപ്പർച്യൂണിറ്റീസും ഇപ്പോൾ അത്രയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബെറ്റർ ആണ് നമ്മളുടെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ആ ഒരു രീതിക്കും വ്യത്യാസം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൊക്കേഷണൽ തരത്തിലുള്ള ആ ഒരു വൊക്കേഷണൽ വേ ഓഫ് ടീച്ചിങ്ങും ഇപ്പോൾ വളരെ റിലവൻ്റ് ആയിട്ട് വരുന്നതും. ടെക്നോളജിയെക്കാളും കൂടുതൽ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്കിൽ എന്ന് പറയത്തില്ലേ. അപ്പം നമുക്കിപ്പോ ജീവിക്കാൻ ആവശ്യമുള്ള ഇപ്പൊ നമുക്കിപ്പോ ഈ ചെയറിനൊരു ഇഷ്യൂ വന്നു അല്ലെ, ഈ ചെയറിനൊരു ഇഷ്യൂ വന്നു, ഈ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ടൈറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനുള്ള ഒരു നോളജ് അത് അത്രയും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് ഒരു ലേബറിനെ വിളിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുന്ന ചെയറിനെ ഒന്ന് ടൈറ്റ് ആക്കാൻ എന്നുള്ള ഒരു തിങ്കിങ്, ആ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് യൂസ് ചെയ്യാനുള്ള ഒരു തിങ്കിങ്, അങ്ങനെ ഒരു തിങ്കിങ് കൂടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്ത് വിടുന്നു എന്നാണ് എൻ്റെ ഒരു തോട്ട്. ഈ ഇടയ്ക്ക് ദർശ് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മോളുടെ സ്കൂളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എങ്ങനെ ഓരോ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം, ഇതൊക്കെയാണ് സ്കൂളിൽ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെയൊക്കെ നമ്മുടെ സമയത്ത് ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ചെയറിൽ അങ്ങനെ ഇരിക്കും, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പാരൻസ് കൊണ്ടുപോകും, ഡോക്ടറിനെ കാണിക്കും, തിരിച്ചു വരും, അവരും മെഡിസിൻ മേടിക്കും, നമ്മൾ തിരിച്ചവരുടെ കൂടെ വരും. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് പോയി മെഡിസിൻ എവിടെ നിന്ന് മേടിക്കണം, എൻ്റെയൊക്കെ സമയത്ത് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പാരൻസ് കൂടെ വരുന്നു, നമ്മൾ പാരൻസിൻ്റെ കൂടെ പോകുന്നു. ഏത് കാര്യം ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, പോലീസ് സ്റ്റേഷനൊക്കെ കാണുന്നത് തന്നെ പേടിയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു പേടിയില്ല. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള ഇതുണ്ട്. കാരണം ഓരോ കാര്യങ്ങളും അവർ ചിന്തിച്ച് ഫ്രീഡത്തോടു കൂടി എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ അത് നമുക്ക് പറ്റിയിട്ടില്ല. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് ആക്ച്വലി ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും നമ്മളെ പ്രാപ്തരാക്കിയിട്ടല്ല വിടുന്നത്. നമ്മൾ LKG തൊട്ട് പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, എങ്ങനെയൊക്കെയോ കയറി നമ്മൾ 12th എത്തുന്നു. 12th എത്തിക്കഴിഞ്ഞ് നമ്മളിപ്പം കോളേജ് വിദ്യാഭ്യാസം ആണെങ്കിൽ കൂടെ നമ്മൾ ആ വിദ്യാഭ്യാസം എല്ലാം കഴിയുമ്പോഴാണ് ശരിക്കും ഇപ്പം നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരുന്നത്. ആ സമയം വരെയും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ 0 ആണ്. നമ്മളെ ഒരു പഠനം എന്ന് പറയുന്നത് കുറച്ച് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളൊരു നിയമത്തിലല്ലാതെ ആ വിദ്യാഭ്യാസം എന്തിനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് നമുക്ക് ലാക്കായി പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെമ്മറി ടെസ്റ്റിലുപരി ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും, കുട്ടികൾ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ലൈഫിൽ എന്താണ് അവരുടെ മുന്നിലേക്ക് വരുന്നതെന്നും അതെങ്ങനെ അവർക്ക് തരണം ചെയ്ത് പോകാമെന്നും ആ ലൈഫ് സ്കിൽ എങ്ങനെയാണെന്നും ഓരോ കാര്യങ്ങളിൽ എങ്ങനെ ഡിസിഷൻസ് എടുക്കാമെന്നും ഇതൊക്കെയാണ് ശരിക്കും ഒരു വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസം കുറേ മെന്റൽ ഇഷ്യൂസും കാര്യങ്ങളിലും കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ പോലും ഈ +2 വരെ പഠിച്ചിറങ്ങിയിട്ടും പിള്ളേർക്ക് എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നൊരു ധാരണ വളരെ കുറവാണ്. ഇവര് വേറൊരു സ്കിൽസും അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊന്നും നമ്മൾ പഠിക്കുന്നതേ ഇല്ല. ഈവൻ നമ്മുടെ കാലത്ത് പോലും നമ്മൾ ഈ 30s വന്നിട്ട് അന്ന് നമുക്ക് ആ ഒരു തരത്തിൽ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മൾ ഈ തരത്തിൽ മാറിപ്പോയേനെ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത് പോലും
ഇത്തരത്തിലൊരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടാത്തതിന്റെ കുറവാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്നേ ഒരു ബെറ്റർ പേഴ്സൺ ആയി പോയേനെയായിരുന്നു. നമ്മൾ പലതും ചിന്തിച്ച് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്ത് ഈ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് പോലും പല നമ്മുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും നമ്മുടെ പ്രൊഫഷന്റെ കാര്യത്തിൽ നമ്മുടെ പാഷന്റെ കാര്യത്തിലായിരുന്നാലും ഒന്നും ഇത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വരത്തില്ല. നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ മേക്കിങ്ങിലും നമ്മളുടെ കഴിവ് പോലും നമ്മൾ എത്രയും ഈ 30s തിരിച്ചറിയുന്ന ഒരു അറിവുണ്ടല്ലോ, അത് നമ്മളുടെ ഒരു 20s നമ്മൾ അറിഞ്ഞു പോയേനായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ചും അത് നമ്മളിപ്പോ ശരിക്കും ഈ 30s നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ എക്സ്പീരിയൻസും ഉണ്ട്, പ്രത്യേകിച്ചും ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് നമ്മളത് പഠിച്ചു വന്നത്. ആ ഒരു ലൈഫ് സ്കില്ലും എങ്ങനെയൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടതും എങ്ങനെയൊക്കെയാണ് എന്താണ് ഒരാളോട് നന്നായിട്ട് സംസാരിക്കേണ്ടതും നമ്മുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി എങ്ങനെ കീപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ശരിക്കും ഈ 90s കിഡ്സ് പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു 30 ആ ഒരു മിഡിൽ ഏജിലാണ് നമ്മൾ മനസ്സിലാക്കി പോലും. ശരിക്കും നമുക്കൊരു 20s നമ്മൾ പൂർണ്ണമായും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ 30s എത്തുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വളരെ ഒരു ബെറ്റർ പ്ലേസിലായി പോയേനെയായിരുന്നു എന്ന് നമ്മളിപ്പോ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഫ്യൂച്ചർ ജനറേഷനും ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ലഭിക്കേണ്ടത്. ഇപ്പോഴും ഒരുപാട് ടെക്നോളജിക്കൽ കാര്യങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മോഡേൺ ടൈപ്പ് ഓഫ് കരിക്കുലം ഉണ്ട്. അവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറ്റ് ദ ഏജ് ഓഫ് 13 ആ ഒരു ഏജ് ആകുമ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുന്ന ടൈമിൽ തന്നെ അവരുടെ പാഷൻ എന്താണ്, അത് അവർക്ക് കരിയറായിട്ട് എടുക്കാനുള്ള താല്പര്യമുണ്ടോ, കരിയറായിട്ട് എടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു മോഡേൺ കരിക്കുലം ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വരുന്നുണ്ട്. അതെ 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 അതിപ്പോ അതിന്റെ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ്. അല്ല, നമ്മുടെ രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പം വേ അപ്പാണ്, വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഡിഫറൻസസിലും എന്തൊക്കെയോ ലാക്കിംഗ് ആയിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എന്തൊക്കെ അഭിമുഖീകരിച്ചോ അതിൻ്റെയൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് പിക്ചർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം കാരണം തന്നെ കുറച്ച് സൈഡ് ബെറ്റർ ആണെങ്കിൽ അതേ സമയത്ത് അപ്പുറത്തെ ഒരു സൈഡും കൂടെ ഉണ്ട്, അത് വളരെ വേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഈ മെന്റൽ ഇഷ്യൂസ് തന്നെയാണ്. ഈ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഇതൊക്കെ ഒരു സ്ഥലത്ത് അവയർനെസ് ഓവറായി പോകുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ഈ പിള്ളേരിപ്പോൾ കൂടുതലും ഡിപ്രഷൻ ആണ് എനിക്ക് എന്ന് പറയാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാര്യം എനിക്ക് ഇതാണെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാര്യം പ്രത്യേകിച്ച് ഇതാണ് ഈ ഓവർ ആയിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ. അതിന് ഡിപ്രഷനാണ്, അതുകൊണ്ട് യു ഹാവ് ടു അഡ്ജസ്റ്റ് മീ. അതെ അതെ, അങ്ങനെ അങ്ങനെ ഒരു പ്രവണതയും കൂടി ഇതിന്റെ ഇടയിലുണ്ട്. ഇപ്പൊ നമ്മളൊരു പോസിറ്റീവ് പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ്സും അതേപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള നെഗറ്റീവാണ് ഈ കാര്യം. ഓവർ അവയർനെസ് കാരണം പലതിലും കുട്ടികൾ ഓവർ എക്സ്പോസ്ഡും കൂടെയാണ്. എഡ്യൂക്കേഷൻ എന്ന ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു അറിവ് എന്നതിലുപരി ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ തക്ക രീതിയിൽ അവൻ ഇനി മുന്നോട്ട് ഒരു ഫ്യൂച്ചറിനെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ, പല കുടുംബങ്ങൾ നോക്കേണ്ട ആളെന്ന നിലയിൽ, സൊസൈറ്റിയിൽ ഒരു നിലയും വിലയും കൊണ്ടുവരേണ്ട വ്യക്തി എന്ന നിലയിൽ അവനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ലൊരു ഹോളായിട്ട് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ഒരു കുഞ്ഞിന് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ, വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം തന്നെ, അത് കുഞ്ഞുനാള് തൊട്ടേ വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം തന്നെ ഈ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റും അവർക്ക് വേണം എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഒരു കോളേജ് കഴിഞ്ഞ് ഇനി അടുത്തത് ലൈഫിലേക്ക് കയറാം, അതിനുവേണ്ടി ഇനി പഠിക്കാം, ഇനി ഒരു 10 വർഷം കൂടെ എടുത്ത് ഞാൻ ലൈഫ് പഠിക്കാം എന്ന് ഇരിക്കുന്ന ഒരു തരമായിരുന്നു നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല ഇനിയുള്ള വിദ്യാഭ്യാസത്തിൽ വേണ്ടത്. നമ്മളൊരു 15 ഇയേഴ്സ് എത്തുമ്പോൾ തന്നെ നമ്മൾക്കൊരു ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ, ഇനി ഫുള്ളായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഒരു കേപ്പബിലിറ്റി ഉണ്ടായി വരണം. അത്തരത്തിലുള്ളൊരു ഡെവലപ്മെന്റ് ആയിരിക്കണം ഒരു വിദ്യാഭ്യാസം നൽകേണ്ടതും. അത്തരത്തിലൊരു ഡെവലപ്മെന്റ് ആയിരിക്കണം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന നിലയിൽ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശം നൽകേണ്ടതും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ദർശു പറഞ്ഞു 15 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് അറിയാൻ പറ്റണം അവർ ഏത് സ്ട്രീമിലോട്ട് തിരിയണം, അവർ പാഷൻ ഫോളോ ചെയ്യണോ അതോ അവരുടെ എഡ്യൂക്കേഷണൽ ലെവലിലോട്ട് ആ ഒരു അക്കാഡമിക്സ് വെച്ചിട്ടുള്ള കാര്യം ഫോളോ ചെയ്യണമെന്ന് അറിയണം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണെന്ന് നമ്മൾ അറിയണം.
അത് പല പിള്ളേർക്കും അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ പേഴ്സണൽ ഒരു കാര്യം തന്നെ പറയാം. എനിക്ക് ഡിഗ്രി പഠിക്കാൻ സമയത്ത് അറിയത്തില്ലായിരുന്നു BSW എന്ന് പറയുന്ന, അതായത് സോഷ്യൽ വർക്കിൻ്റെ ഒരു കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്ക് ഡിഗ്രി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മലയാളം, ബോട്ടണി, സുവോളജി അങ്ങനെയുള്ള കുറച്ച് ഒരു എന്താണ് വൈറ്റ് കോളർ ജോബിലോട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫീൽഡോ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കോഴ്സസ്. കോഴ്സസ് മാത്രമേ അറിയാവുള്ളൂ. അത് അപ്പം നമ്മുടെ സ്കേഴ്സിറ്റി ആയിരുന്നടാ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനിയുള്ള ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയും സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് പഠിച്ചാൽ ഇതൊക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പൊസിഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു അറിവും കൂടി ഇവർക്ക് കൊടുക്കണം. എന്തൊക്കെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു അവയർനെസ്സും കൂടെ കൊടുത്തുകൊണ്ട് വേണം ഇനി ആ ഒരു സിസ്റ്റം പോകാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു റിഗ്രറ്റ് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യമായിട്ടും. സോ മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ എൻ്റെ ഡിഗ്രി സമയത്ത് ഓൾ ഓഫ് എ സഡൻ ഈ ഒരു കോഴ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് വേറൊരു കോഴ്സ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ്ലി ആണ് സോഷ്യൽ വർക്ക് കോഴ്സിലേക്ക് തിരിയുന്നത്. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി എനിക്ക് ആക്ച്വലി പറ്റുന്ന കോഴ്സ് ഇതായിരുന്നു. എൻ്റെ മാർക്ക് വൈസ് നോക്കിയാലും എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് നോക്കിയാലും ആസ് എൻ ഇൻഡിവിജ്വൽ എല്ലാം നോക്കുമ്പോഴും എൻ്റെ ഒരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ 25th ഏജ് കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് എന്റെ കുറെ ആ ടൈം പോയി കഴിഞ്ഞു. എന്റെ പോയി കഴിഞ്ഞു. അതാണടാ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മള് 30 വയസ്സിൽ അറിയുന്ന ഓരോ തിരിച്ചറിവുകളും നമ്മൾക്ക് ശരിക്കും നമ്മളൊരു 15 വയസ്സിലെ നമുക്ക് ആ ഒരു, അല്ലെങ്കിൽ ഒരു 16 ഇയേഴ്സിലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബെറ്റർ പ്ലേസിലാവുമായിരുന്നില്ലേ. നമുക്കതൊന്നും പറ്റിയിട്ടില്ല. ഈവൻ നമ്മുടെ ഓരോരുത്തരുടെ കാര്യമാണെങ്കിൽ നമ്മൾ പഠിച്ചതെന്ത്, നമ്മൾ പിന്നെ പോയ വഴികളെന്ത്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയും പിന്നീട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പാത ചൂസ് ചെയ്യുകയും അവിടേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് പോയ വർഷങ്ങൾ അത് തിരിച്ചാർക്കും തരാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ പോയ സമയം എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്കും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമുക്ക് തിരിച്ചു തരാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വേറെ എന്തും നമുക്ക് തിരിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ആ ഒരു ലൈഫിന്റെ ഇപ്പോഴത്തെ ഉള്ള കെട്ടുപാടുകൾക്ക് മുമ്പ് നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ മുകളിലേക്ക് എത്തിയിരിക്കുമായിരുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇപ്പോഴുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. യെസ്. അതുകൊണ്ട് ഫ്യൂച്ചർ ജനറേഷന് പ്രധാനമായിട്ടും നമ്മൾ കരുതുന്നതും അത് തന്നെയാണ്. ആഫ്റ്റർ സ്കൂളിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ കോളേജ് കഴിഞ്ഞിട്ടല്ല നിങ്ങളൊരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പോകേണ്ടത്. സ്കൂളിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ കരിയേഴ്സ് ഉണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ കരിയേഴ്സ് ഉണ്ട്, അതിന് ഇന്ന തരത്തിൽ പോയാൽ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കരിയേഴ്സിലേക്ക് എത്താം. നിങ്ങളുടെ പാഷൻ എന്താണ്, അതുമായിട്ട് ചേർന്നിരിക്കുന്ന കരിയേഴ്സ് ഇന്നതുണ്ട്, അത് ഇത്തരത്തിലേക്ക് നിങ്ങൾ പോകണം, അതിന് ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു കരിയർ ഗൈഡൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇഫക്റ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോഴത്തെ ഫ്യൂച്ചർ ജനറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇപ്പൊ തൊഴിലില്ലായ്മയൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രോപ്പർ റീസൺ ഈ ഒരു റൂട്ട് കോസ് ആണ്. ഈ കരിയർ ഗൈഡൻസ് എന്നാൽ നമ്മൾ പാഷൻ ഒന്നായിരിക്കും, നമ്മൾ പഠിക്കുന്നത് ആർക്കോ വേണ്ടിയിട്ടായിരിക്കും, പഠിക്കുന്നത് വേറെ സബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ അത് ഇഷ്ടമില്ലാത്ത ജോലിയായത് കൊണ്ടും ജോലി കിട്ടാത്തത് കൊണ്ടും നമ്മൾ ഇങ്ങനെ അലഞ്ഞു നടക്കും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യും, കിട്ടുന്ന ഒരു തൊഴിൽ ചെയ്യും. അതെ. പിന്നെ ഈ മോർ ദാൻ ദിസ് കരിയർ ഗൈഡൻസ് നമുക്ക് ആ ഇപ്പം ഒരു പാഷൻ ആയിക്കോട്ടെ, ഇഫ് ഐ ലൈക്ക് ഡാൻസിങ്, I should have this opportunity to teach kids. Appo I will know whether it is my passion or if I want to make it my profession. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ കുട്ടികൾക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുട്ടികളുടെ ടേസ്റ്റ് എന്താണ്, ഏത് പ്രൊഫഷൻ്റെ അടുത്താണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്, അത് പാരൻസ് ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പം ആദ്യം പാരൻസ് മനസ്സിലാക്കി അത് കുട്ടികളുടെ കൂടെ അവരുടെ കൂടെ ട്രാവൽ ചെയ്ത് അവരുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. മോർ ദാൻ ദാറ്റ്, ഇപ്പം നമ്മളിപ്പോ പാഷൻ ഓബ്വിയസ്ലി പേരൻസ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ അതൊക്കെ സെപ്പറേറ്റ് ഫാക്ട് ആണെങ്കിലും നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളുടെ സ്കൂളിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ഇത് വളരേണ്ടത്. അതാണ് കുറച്ചുകൂടെ കോമ്പാക്റ്റബിൾ എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ, അക്വയറിങ് നോളജ് എന്ന് പറയുന്നത് തന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. അത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പല സ്കൂളുകളിലും പണ്ട് പഠനം മാത്രം ഉണ്ടായിരുന്ന സ്കൂളുകൾ ഇപ്പോൾ സ്വിമ്മിങ് കൊടുക്കുന്നുണ്ട്, ഷൂട്ടിംഗ് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ബാസ്കറ്റ്ബോൾ, അങ്ങനെ കുറേ സ്പോർട്സ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്മാർട്ട് ക്ലാസ് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസും ഓരോ ചേഞ്ചസ്, ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് എല്ലാം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മേ ബി ഇൻ ദ ഫ്യൂച്ചർ
എ ഐയുടെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നത് കൊണ്ട് ഒരു ഇൻഹ്യൂമൻ അതായത് ഹ്യൂമൻ ബീങ് ഒരു ടീച്ചറായിട്ട് നിൽക്കുന്നതിന് പകരം ഒരു റോബോട്ട് ക്ലാസ് നമ്മളെ ഫേസ് ചെയ്ത് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചിലപ്പം മാറാം. അത്രയ്ക്ക് അഡ്വാൻസ്മെന്റ് ഈ ഒരു ഫീൽഡിലും വരും. കാരണം ഈവൻ ഇപ്പോൾ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ആണ് ആക്ച്വലി. അവരുടെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ക്ലാസ് എടുക്കുന്നതും ലെക്ചർ എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവിടെ ഇപ്പോൾ വന്നത് ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മളുടെ കേരളത്തിൽ മേ ബി ആ ഒരു പാറ്റേണിലേക്ക് പോകും. ശരിക്കും ഐ നോ എ സ്കൂൾ വേർ AI ടീച്ച് ചെയ്യാൻ വേണ്ടി ദേ ആർ ഡൂയിങ് ദ ട്രയൽ റൺ ആക്ച്വലി. ഈവൻ ഇവിടെയും അത് അവൈലബിൾ ആണ്, അവിടെ സ്റ്റാർട്ട് ആയി തുടങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു എ ഐയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. എ ഐ എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതലും ഉപയോഗപ്പെട്ടതും കുട്ടികൾക്കല്ലേ. നമുക്ക് ഒരു അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഫുൾ അസൈൻമെന്റ് നമുക്ക് കിട്ടുന്ന തരത്തിലാണ് നമ്മുടെ ആ ഒരു അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഈസി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനും, നമ്മൾ പണ്ട് ലേബർ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ പഠനോപകരണമായിട്ട് നമ്മളുടെ ഒരു ഗൈഡ്സ് നമ്മൾ എത്രയോ ഷോപ്പുകൾ കയറി ഇറങ്ങി നമ്മൾ ഒരു ഗൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ അലഞ്ഞിട്ടുള്ള കാലങ്ങളുണ്ട്. ഒരു ഗൈഡ് ഈ ഒരു പുസ്തകത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച കാലങ്ങളുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ വിത്തിൻ സെക്കൻഡ്സിലാണ് അവരുടെ ആ ഒരു അസൈൻമെന്റ് ചെയ്യാനോ അവരുടെ എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനോ എന്താണ് ഇത്, വാട്ട് ഇസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് വീഡിയോ ഉൾപ്പെടെയുള്ള ആൻസേഴ്സ് ആണ് AI തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് എ ടീച്ചർ ആ കുട്ടിക്ക് പഠിക്കാൻ തന്നെ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു നിലയിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് രീതിക്ക് ഒരുപാട് വ്യത്യാസം വരുത്തിയെടുക്കേണ്ടതുണ്ട്. AI എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. പക്ഷെ വാല്യൂസ് കൊടുക്കണമെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ. അത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ AI ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് വിദ്യാഭ്യാസം ആ ഒരു മേഖലയിൽ ടീച്ചേഴ്സിനുള്ള ആ ഒരു ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യന് മാത്രമേ ആക്ച്വലി വാല്യൂസും എന്താണ് ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ള ഇമോഷൻസും വാല്യൂസും അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. AI എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടും, ഒരു ടൂൾ എന്ന നിലയിൽ അതിന് വേറൊരു ഇമോഷനോ വാല്യൂസോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ ഉണ്ടാവുന്ന ഒരു ഫീലിങ്ങോ ഒന്നും ഉണ്ടാവത്തില്ല. സോ അതൊക്കെ നമ്മളൊരു ടീച്ചേഴ്സിന് മാത്രമേ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. അല്ലെങ്കിൽ അടുത്ത തലമുറ നന്നാവണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ റോൾ ഉണ്ടാകുന്നത് ഒരു ടീച്ചറിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് പ്രോഗ്രാമിനും അവരുടെ ട്രെയിനിങ്ങിനും കൂടി ഇതുപോലെ ഉള്ള ആ ഒരു കുട്ടികൾക്ക് ഇമോഷണൽ സപ്പോർട്ട് നൽകാനും അവരെ മാനസികമായിട്ട് വളരെ സ്റ്റേബിളായിട്ട് നിർത്താനും മൊത്തത്തിൽ അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് അവരെ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന നിലയിലായിരിക്കണം ഒരു ടീച്ചറിന് ട്രെയിനിങ് പ്രോഗ്രാംസ് നൽകേണ്ടതും. മിയർ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല, ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വഴികാട്ടിയും കൂടെയാണ്. അപ്പോൾ അത് ശരിക്കും ആ ഒരു വാക്കിന്റെ അർത്ഥം പൂർണ്ണമാക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ ടീച്ചേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും. അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അത്തരം കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.